നിങ്ങൾക്കറിയാവോ ഈ കോഴിയുടെ പണ്ട് എന്റെ ഒരു വലിയ വീടിട്ടില്ലേ എന്റെ ഒരു കോഴി പോയപ്പം എന്റെ 2 കോഴിക്കുഞ്ഞുങ്ങള് പൂച്ച കടിച്ചോട് പോയി. അപ്പൊ ഇതിന്റെ ചിറക് ഒന്ന് ചെറുതായി ചൂടിഞ്ഞ് അപ്പൊ ഞാൻ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്ത്. അപ്പൊ ഈ കോഴിക്കുഞ്ഞ് ഒന്നേ ഉള്ളൂ. അത് ഞാൻ ആരും ഇല്ലാത്തതുകൊണ്ട് സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കണം. അപ്പൊ ഇടയ്ക്ക് നമ്മൾ തുറന്നിടുമ്പം ബാസ്ക്കറ്റ് തുറക്കുമ്പം അതായത് വെളിയിറങ്ങണമെന്നൊരു ആഗ്രഹമാണ്. അപ്പൊ അത് ചാടി ചാടി വെളിയിറങ്ങണം. അപ്പൊ ഞാൻ ചാണ കൊണ്ട് അതിൻ്റെ അകത്തിട്ടിട്ട് അടച്ചു വയ്ക്കും. അപ്പൊ ഇത് തന്നെ ഉള്ളൂ. അപ്പൊ നമുക്ക് കൂട്ടം നമ്മള് കോഴിക്കുഞ്ഞുങ്ങളെ മേടിച്ചു കൊടുക്കും. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായി ഈ കോഴിക്കുഞ്ഞ്. ഞാൻ പപ്പയുടെ അമ്മയുടെ കൂടെ കരഞ്ഞ്. അപ്പം ഈ കോഴിക്കുഞ്ഞ് ഒന്നേ ഉള്ളൂ. അപ്പൊ ഇതിന് വേണ്ടി കുറച്ച് കൂട്ടുകാര്യങ്ങളെല്ലാം മേടിച്ചു കൊടുക്കും. അപ്പൊ ഈ കോഴിക്കുഞ്ഞിന് സങ്കടം മാറും. ഞാൻ വന്നപ്പോ ഇവിടെ മുറിവുണ്ടായിരുന്നു. അപ്പൊ നല്ല ഇവിടെ ബ്ലഡും വന്ന് ഞാൻ സങ്കടപ്പെട്ട് കരയും ചെയ്യാന്. അപ്പൊ ഒരു അമ്മ പറഞ്ഞ് മഞ്ഞപ്പൊടി എടുത്ത് ഇവിടെ ഇടാൻ. എന്നാലും ഉറിഞ്ഞ സൈഡ് ഇവിടെയാണ്. കണ്ടോ? ഇപ്പൊ നമ്മളിവിടെ ഒരു 6 കോഴിയെ മേടിച്ച് അറിഞ്ഞപ്പ 2 അടുത്തെല്ലാം പിടിച്ചോട് പോയപ്പോ 4 എണ്ണേ ഉള്ളൂ. അതുകൊണ്ട് 4 എണ്ണം കൊണ്ട് ലവ് ബേഴ്സിന്റെ ഒരു കുഞ്ഞ് ലവ് ബേഴ്സിന്റെ ഒരു സ്ഥലം ഉണ്ടല്ലോ അവിടെ. നിങ്ങൾ പണ്ട് കണ്ടില്ലേ കോഴിക്കിനെ കൂട്ടിയിട്ടുണ്ട് അവിടെ. ആ ലവ് ബേഴ്സിന്റെ കൂട്ടിലാണ് 2 സൈഡാക്കിയിട്ട് നമ്മൾ ഈ കോഴീനെയും കൂടെ അങ്ങോട്ട് കയറ്റിയിട്ട്. അപ്പൊ നമ്മുടെ കോഴി എല്ലാം വലുതായിട്ടുണ്ട്. പണ്ടത്തെ കാലത്ത് കുഞ്ഞൊന്നും ആയില്ല. നിങ്ങളെ പണ്ട് ഞാൻ ഒരു കുഞ്ഞു കോഴിയുടെ വീടിട്ടുള്ള എന്റെ ഒരു കോഴിക്കിനെ പിടിച്ചോണ്ട് പോയി. ഇപ്പൊ 4 കോഴിയേ ഉള്ളൂ. അല്ല ഇപ്പൊ 6 കോഴിയേ ഉള്ളൂ. ഒന്നും കൂടെ 2 പിടിച്ചോണ്ട് പോയി ഇപ്പൊ 4 കോഴീനേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പൊ പണ്ടത്തെ കാലത്ത് കുഞ്ഞൊന്നുമില്ല. ഇപ്പൊ വലുതായി കിടന്നേ. മുട്ടയിടാനുള്ള പ്രായമൊന്നും ആയില്ല. കുറച്ചും കൂടെ ആവാറുണ്ട്. കുറച്ച് ഇടാൻ പറ്റുള്ളൂ. അല്ലാതെ വലുതായിട്ട് ഇട്ടുകൊടുത്ത എന്റെ വയറും പറയുന്നു. പിന്നെ നമ്മള് നോക്കുമ്പോ അത് തിരിച്ചറിഞ്ഞില്ല. നല്ല വിശപ്പാണ് ഈ സാധനം. കോഴിക്കിന്റെ ചീച്ചിരുന്ന തീർക്കൂല. കുടിന്റെ താഴെ ഇട്ടുവിടും. താഴെ പൊടിച്ചിടും. ഇപ്പൊ ചീച്ചയൊന്നും തിന്നില്ല. ഇപ്പൊ അരി മാത്രമേ തിന്നുള്ളൂ. ചീച്ചയാണെങ്കിൽ തലയിൽ ഫുള്ളും ചീച്ചയാണ്. ചീച്ചയൊന്നും തിന്നില്ല. ഈ സാധനം മാത്രമേ ഇടുള്ളൂ, തിന്നുള്ളൂ. നമ്മള് ഇപ്പൊ കുഞ്ഞൊന്നുമില്ല. ഇപ്പൊ വലുതൊക്കെ ആയിട്ടുണ്ട്. നമ്മള് ചീറ്റ കൊടുത്ത് വലുതാക്കി പൊക്കിയെടുക്കും. പക്ഷെ പെണ്ണാണോ ആണാണെന്ന് അറിഞ്ഞൂടാ. കുറച്ചൊക്കെ ആണാണോ അല്ലെങ്കിൽ പെണ്ണാണെന്ന് നോക്കാം. എന്നിട്ട് ഒരു പൂവും കോഴി എന്നിട്ട് ഒരു 3 പിടയും. പക്ഷെ നമുക്ക് അറിഞ്ഞൂടാ ഒരു കോഴിയാണോ എന്തോ മുട്ട എടുത്തു. ഇട്ടാരാ പറയാടാ ഇട്ടാരാ. ഇത് കുട്ടി കുട്ടി കൊട്ടു മനസ്സിലായി. കുട്ടു മനസ്സിലാടി. കുട്ടു മനസ്സിലാടി. ഓണം വന്നില്ലോ കുട്ടിക്ക് വന്നില്ലോ. ഓക്കെ
ഇങ്ങോട്ട്. അവന് ഈ ശകലം തീറ്റ പോലും കാണില്ല. അത്രയും കളിക്കും. ഇന്നല്ല, ബാക്കി ഞാൻ കൂടെ ഇതൊന്നും വേണം. വെള്ളം വേണോ? Ringo. കല്ലിപ്പം വീഴണ്ടേ. കല്ല് വീണാ തോറ്റ്. കല്ല് വീണാ തോറ്റ്. കല്ല് വീണാ തോറ്റി. ഇതല്ല ഇന്ന ടീം. കല്ല് വീണാ തോറ്റേ. ഇത് ഇന്ന ടീമാണ്. കല്ല് വീണാ തോറ്റ്. കല്ല് വീണാ തോറ്റ്. കല്ല് വീണാ തോറ്റ്. കല്ല് വീണാ തോറ്റ്. ഓക്കേ 1. കല്ല് വീണാ തോറ്റ്. തോറ്റ്. കല്ല് വീണേ. ഇന്ന ടീമാണ്. കല്ല് വീണു. നെറ്റ് പോയി എടുത്ത് വെച്ചോട്ടെ. ഇത് അത്രയും മാസം ഒന്നും കാണിക്കണ്ട. അവരുടെ മിണ്ടായിരിക്കാനായിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ വെച്ചു കൊടുക്കും. പമ്പ് എടുക്കാം. പമ്പ് പമ്പ് എടുക്കാം. പമ്പ് എനിക്ക് 4 വയസ്സിനുള്ള കുഞ്ഞായിപ്പോ ഈ സാരിനെ മേടിച്ചു തന്നെയാണ്. എന്നാലെ ഇപ്പൊ സാരി വലുതായി, ഞാനും വലുതായി. ഇപ്പോഴാണ് നമ്മൾ ഒരു സാരിനൊരു പേരിട്ടത്. നാട്ടിലുണ്ട് കോഴിയുടെ കിടക്കുന്ന നാറ്റം. കൈ വേണ്ടേ? കൈതാ 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 കൈ അടിക്കാൻ വേണ്ടേടാ. കൈ എടുത്തോ, കുഴപ്പമില്ല. പേടിക്കുന്നുണ്ടായിരുന്നു. കൈ ഉള്ള സെക്കൻഡ് ഇതാ. സെക്കൻഡ് ഇതാ. Stand up. Stand up. Apa? Yo. Pudi undailla.
കോഴി വെടിയല്ലേ കോഴി വെടിയല്ലേ പാവലിക്കാൻ നിർത്താൻ പറ്റില്ല ഹൈവേടി കോഴിക്ക് ചീറ്റ് നിന്നിട്ട് ഡ്രസ് എടുക്കണ കണ്ട മണ്ണിലാണോ മണ്ണില അപ്പൊ മണ്ണിൽ വീണു അവിടെ അല്ലേ ഇവിടെ എന്റെ അച്ഛന് മണ്ണില 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 മണ്ണ് കത്തിക്കാനാ പണ്ട് കാലത്താണെങ്കിൽ പണ്ട് കാലത്താണെങ്കിൽ ഇവിടത്തെ കറിയാണ് ഒളിച്ചിരിക്കുന്നത് ഞാൻ നോക്കപ്പോ ഒന്നും കാണാനില്ല ഇപ്പൊ മുട്ടയുടെ സമയമൊക്കെ ആകുമ്പോ ഞാൻ കോടീനെ കാണിച്ചു തരാം പക്ഷേ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം ലൈക്കും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ കമന്റും ചെയ്യണം